നമ്മളൊരു നിവൃത്തിയില്ലാത്ത കുറച്ച് ആൾക്കാർ, ഒരു തൊഴിലാളികൾപ്പെട്ട കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ടീംസാണ് നമ്മൾ ഈ ടാക്സി ഡ്രൈവേഴ്സ്. അപ്പോൾ ഈ ടാക്സി ഡ്രൈവേഴ്സിന് പിന്നെ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായ കാര്യങ്ങൾ. അതായത് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു ഏർപ്പാട്, ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മുടെ ഡ്രൈവർമാരൊക്കെ ഈ ഒരു ടാക്സി വണ്ടി ഓടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. അപ്പോൾ ഈ ടാക്സി വണ്ടിയിൽ എന്തൊക്കെ ഒരു പേപ്പർ വർക്കുകൾ കഴിഞ്ഞിട്ട് വേണം ഒരു ടാക്സി റോഡിലൂടെ ഇറങ്ങി അതിനൊരു വരുമാനം കിട്ടണമെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ ഒരു പ്രൈവറ്റ് വണ്ടി പൈസ ഉള്ളവരെടുക്കുന്ന സംഭവം. പ്രൈവറ്റ് വണ്ടികൾക്ക് ഇഷ്ടംപോലെ ഏത് രീതിയിൽ എവിടെയും ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പൊ നമ്മൾ ഈ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, നേരിടുന്ന പ്രശ്നങ്ങളല്ലാതെ അതിന്റെ റൂൾസാണ് ഞാൻ പറഞ്ഞോളൂ. ഫിറ്റ്നസ് ചെയ്യണം. അതിന് നമുക്ക് ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാം പക്കയായിട്ട് ചെയ്തിട്ട് മാത്രം നമുക്ക് വണ്ടിക്ക് ഫിറ്റ്നസ് കിട്ടുള്ളൂ. സൈഡ് റിഫ്ലക്ടർ, ഇന്ന കളർ, ആ കളർ ഇന്ന ഒരു ലെവലിൽ വേണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു ഓട്ടോറിക്ഷ രീതിയിലാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിന്റെ മീറ്റർ സീലിംഗ് ചെയ്യണം. മീറ്റർ സീൽ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഇയർലി റിന്യൂവൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് ചെയ്താലേ നമുക്ക് ഫിറ്റ്നസ് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ നമ്മുടെ ക്ഷേമനിധി അടയ്ക്കണം. ക്ഷേമനിധി കാര്യങ്ങളൊക്കെ അടയ്ക്കണം. ഇപ്പോൾ ഒരു 4 വീലർ നമ്മൾ അതർ സ്റ്റേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ RTO ചെക്ക് പോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അവിടെ ഒരു ടാക്സ് അടയ്ക്കണം. പിന്നെ ഫയർ കൂടുമ്പോൾ വണ്ടികൾക്ക് വരുന്ന ടാക്സ് ചാർജ് അത് വേറെ. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ നിന്നൊരു ഓടിച്ച ടൈമിൽ ഒരു വരുമാനം കിട്ടുള്ളൂ. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും എന്തില്ല പ്രൈവറ്റ് വണ്ടികൾക്ക് കൊടുക്കുന്നില്ല. കാരണം പ്രൈവറ്റ് വണ്ടികളുടെ അടുത്തല്ലേ പൈസ കുറേ ഉള്ളത്, അല്ലെ? കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ പല മോഡൽ പല വണ്ടികളൊക്കെ എടുത്തിട്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം വെച്ചെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കടന്നിട്ട് വേണം അതിൽ നിന്ന് ഒരു 10 രൂപ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ. അതൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നിയൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അതേപോലെ നമ്മുടെ അടുത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ജോബുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ഞാൻ പറയില്ല കേട്ടോ, ഞാൻ പൊതുവെ പറഞ്ഞു. നമ്മൾ സാധാരണക്കാരൊക്കെ നമ്മൾ ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞിട്ട് ഒരു 40 രൂപയുടെ ഓട്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപ ചിലവരുണ്ട്. എല്ലാവരും ചിലവരൊക്കെ ചെയ്യും. ബാക്കി വെച്ചോ, അടുത്ത ശരിയാക്കാറ്. അപ്പോൾ അതൊരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വേണ്ടേ, കുഴപ്പമില്ല, ബാക്കി എന്തായാലും വേണ്ട, അവിടെ അടുത്ത് റെഡിയാക്കാൻ പറഞ്ഞ ടീമുണ്ട്. നേരെ മറിച്ച് എല്ലാവരും ഇല്ല ഞാൻ പറഞ്ഞത്, ചില ആളുകൾ ഒരു 40 രൂപയുടെ ഓട്ടം പോയി ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ തന്നു. എത്ര വരും? അപ്പൊ 40 രൂപ, 40 30 നമ്മൾ സാധാരണ 30 രൂപയ്ക്ക് ആള് വരില്ലേ? 40 അല്ല ഉണ്ട് നമുക്ക് ഏകദേശം 2 കിലോമീറ്ററോളം ഓടി പോകുന്നില്ലേ? അപ്പൊ നമുക്ക് 40 രൂപ ചാർജ് വരുന്നതാണ്. ഇല്ല നമുക്ക് മാത്രം എന്താ പ്രത്യേകത? അതൊന്നും പറ്റില്ല. 30 രൂപ കൊടുക്കുള്ളൂ. 30 രൂപ ചില്ലറ നൂല് പിടിക്കേണ്ടി വരും. ഇതൊക്കെ അവസ്ഥകളാട്ടോ, അനുഭവങ്ങളാണ്. ഞാൻ വെറുതെ കഥ ഉണ്ടാക്കി പറയില്ല. നമുക്ക് നേരിടുന്ന കുറെ അനുഭവങ്ങളോ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ അങ്ങനത്തെ ടീമുകളുണ്ട്. ചില ഗവൺമെന്റ്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ചിലവർ നേരെ തിരിച്ചു ചെയ്യുന്നവരുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുറച്ച് കിട്ടി കഴിഞ്ഞാൽ കുറച്ച് പൈസ ഒക്കെ എടുത്തിട്ട് നമുക്ക് അടുത്തൊരു ഉഷാറാണ്. വേറെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ കുറെ ഹെൽപ്പ് ചെയ്യുന്ന ടീമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടോ. പക്ഷെ നേരെ കുറച്ചൊരു സാധാ കൂലിപ്പണിക്ക് പോകുന്ന ഒരാള്, അങ്ങനെ നോർമൽ ആള്, ഗൾഫുകാര്, അതൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കണ്ടറിഞ്ഞൊരു 5-10 കൂടുതൽ വരും. നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം. അപ്പൊ നമുക്ക് ഞങ്ങൾ തന്നു വെച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ആരും മുടിഞ്ഞോ പോകാനൊന്നുമില്ല. കാരണം അത് ഒരു കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് വെച്ച് പറ്റുന്നൊരു സഹായം. നമ്മൾ കൂടുതൽ ആരെടുത്ത് 100 രൂപ കൂടുതൽ വാങ്ങിയിട്ട് നമ്മൾ എവിടെ എത്തില്ല. അതൊരു സത്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് രാവിലെ കുപ്പായം വെക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും പിടിച്ചു പറിക്കാനും കാര്യത്തിനും വേണ്ടിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോന്നുള്ളൂ. ആരും അതിൻ്റെ പിന്നാലെ കൂടി നമ്മളെ വഞ്ചിൽ മുട്ടിക്കാൻ നിൽക്കല്ലേ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ടാക്സി ഓടണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ഷേമനിധി, ടാക്സ്, അതിൻ്റെ മീറ്റർ സീലിങ്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അടച്ചു പോയാൽ മാത്രമേ, ടാക്സ് ഒക്കെ അടച്ചു പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ വരുമാനം കിട്ടുള്ളൂ. അതൊന്ന് തുറക്കട്ട് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നും എല്ലാവരും വിവരങ്ങളും തരാച്ചു, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പോകാട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട.